ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. അത് നമ്മുടെ ഒരു വീഡിയോ കണ്ടിരുന്നേ, നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. കുട്ടി ഇപ്പൊ ഹോസ്പിറ്റലാണോ? അല്ല, ഹോസ്പിറ്റലല്ല, വീട്ടിലാണ്. ആണ്. അത്ര സീരിയസ് ആയ കുട്ടിയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ്ടേ? അപ്പൊ ആ കുട്ടിക്ക് ഇൻഫെക്ഷൻ ആവൂലേ ഇങ്ങനെയാണെങ്കിൽ? ഇല്ല, ആ ഡോക്ടർ മരുന്ന് തന്നിട്ടേ ഇൻഫെക്ഷൻ. കുട്ടി തൂക്കല്ല. അല്ല, ഇപ്പൊ കുട്ടിക്ക് സർജറി കഴിഞ്ഞിട്ടുള്ളതാണ്. വയറിലെ ഒരു പാട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞതാണ്. നേരത്തെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാണോ അതോ? അല്ല, ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ല, ഇത് മറ്റേ ആ പിത്തസന്ധിക്ക് പ്രശ്നമുണ്ട്. പിത്തസന്ധിക്കല്ല. അതിന് എത്രയാണ്? ഏത് ഹോസ്പിറ്റലിൽ ഇപ്പൊ കാണിക്കുന്നത്? അമൃത, എറണാകുളം. അമൃത ഹോസ്പിറ്റലാ? ആണോ? അവിടെ എത്രയാണ്? അപ്പൊ അന്ന് അവിടെയാണോ സർജറി ചെയ്തത് കുട്ടിയുടെ? അല്ല, സർജറി ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലേ? എന്നിട്ട് അത് ശരിയായില്ലേ? അപ്പൊ വീണ്ടും എന്തെങ്കിലും അത് ആ പിത്തസഞ്ചിന്റെ ഇത് ശരിയായിട്ടില്ല. പിത്തസഞ്ചിന്റെ വെച്ചാൽ ആ ലിവറിന് മഞ്ഞുള്ള കാരണം ചെയ്തപ്പോ ശരിയായിട്ടില്ല. അല്ല, അപ്പൊ അത് മെഡിക്കൽ കോളേജ് ചെയ്യൂലേ ഇനിയും? ഇല്ല, മെഡിക്കൽ കോളേജ് ചെയ്യില്ല അല്ലേ? ഇല്ല, മെഡിക്കൽ കോളേജ് അവര് പറഞ്ഞത് അവരെന്നെ ഞങ്ങൾക്ക് എഴുത്ത് തന്നാണ് അമൃത മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക്. അമൃത ഹോസ്പിറ്റലിലേക്ക് തന്നിട്ടുണ്ടല്ലേ? അവിടെ എത്രയാണ് അമൃത ഹോസ്പിറ്റൽ എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കണേ ഓപ്പറേഷത്തിന് 15 ലക്ഷം റുപ്യ. 15 ലക്ഷം രൂപ പറഞ്ഞേക്കുന്നല്ലേ? 4 ആഴ്ച ICU കൊടുക്കണം ഓപ്പറേഷൻ കഴിഞ്ഞാല്. 4 ആഴ്ച ICU. അവിടെ ICUന് ചാർജ്. അപ്പൊ അതിന്റെ അവിടുത്തെ ആ ICU കിടക്കണതിന്റെ ചെലവ് അവിടുത്തെ ഫുള്ള് ചെലവ് കൂടി കൂട്ടിയിട്ടാണ് 15 പറഞ്ഞത്. 15 അതിന് മേലെ കൂടുന്ന അവര് പറഞ്ഞത്. 30 ലക്ഷം റുപ്യ ആവുമെന്ന് പറഞ്ഞത്. ഇപ്പൊ നിലവില് എത്ര വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ? ഇപ്പൊ നിലവില് എത്ര വന്നിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ആണോ? മെസ്സേജ് വരൂലേ? മെസ്സേജ് വരുന്നുണ്ട്. എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. ലാസ്റ്റ് നോക്കി അറിയാലോ. ഇപ്പൊ വന്നിങ്ങനെ 13 അങ്ങനെ 13 ലക്ഷം രൂപ വന്നിട്ടുണ്ടല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ ഡോക്ടർക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏത് ഡോക്ടറാണ് കാണിക്കുന്നത് അമൃതയില്? അമൃത ബാനു ഡോക്ടർ. ബാനു അല്ലേ? സർജറി കുട്ടികളുടെ ഡോക്ടറാണല്ലേ? സർജൻ തന്നെയാണല്ലേ? സർജൻ തന്നെ. അമൃതയിലും അത്യാവശ്യം ഇളവുകൾ ചെയ്യും കേട്ടോ. ചാരിറ്റിയുടെ ഇതില് അവർക്കൊരു ചാരിറ്റി ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടാലും അവർ ചെയ്തു തരും കേട്ടോ. വേണം അതുമായി ബന്ധപ്പെടുത്തി തരാം. നമ്മളിവിടെ എറണാകുളത്ത് തന്നെയുള്ള ആളാണ്. അമൃത ഹോസ്പിറ്റലിൽ അടുത്തന്നെ താമസം. നിങ്ങൾ വിളിച്ചോളി. ഞാൻ വിളിക്കാം. അപ്പൊ അഡ്മിറ്റ് ആവുന്ന സമയത്ത് വിളിച്ചോ. അപ്പൊ നമ്മൾ വേണ്ടത് ചെയ്തു തരാം. അവിടുത്തെ ആളെ ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സുഹൃത്ത് അമ്മയുടെ വള്ളിക്കാവില് ഉണ്ട്. അവൻ സ്വാമിയാണ്. അവിടെ അമ്മയുടെ ആവശ്യങ്ങളായിട്ട് വേണം അവനെ കൊണ്ട് വേണമെങ്കിൽ വിളിച്ച് പറയിക്കാൻ വേണം കേട്ടാ. ഞാനിപ്പോ കുട്ടിയെ അഡ്മിറ്റ് ആവാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പൊ ഡോക്ടർ തന്നെ കുട്ടിയെ തൂക്കം 4700 എത്ര വയസ്സുണ്ട്? മോളല്ലേ? മോളാണ്? മോളാണ്. 8 മാസം പ്രായമായിട്ടുള്ളൂ. 8 മാസമായിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ തൂക്കം പോരാ, തൂക്കം ഒന്നുകൂടി ലെവലായിട്ട് കൂടാ മതി തന്നെ. അപ്പൊ അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടല്ലേ? മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്ത് നിർത്തിക്കണം. ഇത് ജോയിന്റ് അക്കൗണ്ട് ആണോ തുടങ്ങിയേക്കണത്? ജോയിന്റ് അക്കൗണ്ട്. ജോയിന്റ് അക്കൗണ്ട്. ആരാണ് അതിനകത്ത് ജോയിന്റ് ആയിട്ടുള്ളത്? ഫിറോസ് ആണോ? ഫിറോസ് തന്നെയാണ് ജോയിന്റ് അക്കൗണ്ട് ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ വരുമ്പോ വിളിച്ചോളൂ. നമ്മളാൽ കഴിയുന്നത് എന്നെ വിളിച്ചോ. നമുക്ക് വേണ്ടത് നമ്മളും ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മൾ അവിടെ ചെയ്യിച്ചു തരാം. അമൃതയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും ഇളവുകൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യിച്ചു തരാം കേട്ടാ. നമ്മളും ബന്ധപ്പെടാം ഇൻഷാ അല്ലാഹ്. ഇത് ഇന്നലെ ഉച്ചയായപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വോയിസ് ക്ലിപ്പാണ്. അത് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നാണ്. ശരിക്കും ഇതിനകത്ത് പറയുന്നത് ഈ കുട്ടിക്ക് 13 ലക്ഷം രൂപ വന്നു. പിന്നെ ശരിക്കും അവർ കുട്ടിക്ക് തൂക്കമില്ലാത്തതുകൊണ്ട് അത് ശരിക്കും ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കും തൽക്കാലം മരുന്ന് കഴിക്കുക, പിന്നെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം തൂക്കം ആയതിനു ശേഷമാണ് സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതാണ് ശരിക്കും എനിക്ക് ഇന്നലെ കിട്ടിയ വോയിസ് ക്ലിപ്പിൽ നിന്നുള്ള വിവരങ്ങൾ. അതിനകത്ത് 13 ലക്ഷം രൂപ വന്നു. പിന്നെ ഞാൻ ഇന്നലെ ഇത് പുറത്തുവിടാതിരിക്കാൻ കാരണം ശരിക്കും ഒഫീഷ്യലായിട്ട് ശരിക്കും ഫിറോസ് എന്താണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം ഇത് പുറത്തുവിടാനെന്ന് കരുതിയിട്ടാണ്. ഫിറോസ് ഇന്നലെ വൈകിട്ട് 15 ലക്ഷം രൂപ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. 17 ലക്ഷം രൂപ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ കുട്ടിക്കുള്ള ചികിത്സയ്ക്കുള്ള പൈസയായി. എന്തായാലും ഫിറോസ് ഒരു 60-70 ഒക്കെ ആവാണ്ട് ക്ലോസ് ചെയ്യില്ല. അപ്പം അതവിടെ നടക്കട്ടെ. അത് അവരുടെ പരിപാടി, അവരുടെ ബിസിനസ് അവിടെ നടക്കട്ടെ. പക്ഷേ ഇത് വേറൊരു കാര്യമുള്ളത്, ഫിറോസാണ് ഇതിൻ്റെ ജോയിൻ്റ് അക്കൗണ്ട്. അതായത് ഫിറോസും ഉപ്പയും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ കുട്ടിയുടെ ശരിക്കും ഉപ്പയും എന്താണോ വിചാരിക്കുന്നത് അതേ നടക്കൂ. ഫിറോസിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമേ കാര്യം നടക്കൂ. ഈ മനുഷ്യന് പണം വേണമെങ്കിലും ഫിറോസ് കനിയണം.
ഫിറോസിൻ്റെ സൈൻ വേണം അവർക്ക് പൈസ എടുക്കണമെങ്കിൽ. നാട്ടുകാരിട്ട പൈസ എടുക്കണമെങ്കിൽ ഫിറോസിൻ്റെ സൈൻ വേണം. മനസ്സിലാക്കുക, നാട്ടുകാരിട്ട പ്രവാസികളിട്ട പൈസ എടുക്കണമെങ്കിൽ ഫിറോസിൻ്റെ കാല് പിടിക്കണം, ഫിറോസ് കനിയണം. ഇത് എവിടുത്തെ ന്യായമാണിത്? മാത്രമല്ല ഫിറോസിന് ചെക്കുപിടിച്ച് മേടിക്കാം. ശരി, ഇത് തന്നെയാണ് ഇന്ന് ഹക്കീമും വിളിച്ചു പറഞ്ഞത്. ഈ തെണ്ടിത്തരം തന്നെയാണ് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. ഇത് തെണ്ടിത്തരം ഒന്നുമല്ല, ഇത് പകൽക്കൊള്ളയാണിത്. ഇത് ജോയിന്റ് അക്കൗണ്ട് ആണോ തുടങ്ങിയേക്കണത് ഫിറോസ്? ജോയിന്റ് അക്കൗണ്ട്. ജോയിന്റ് അക്കൗണ്ട്. ആരാണ് അതിനകത്ത് ജോയിന്റ് ആയിട്ടുള്ളത്? ഫിറോസ് ആണോ? ഫിറോസ് ഫിറോസ് തന്നെയാണ് ജോയിന്റ് അക്കൗണ്ട് ആയിട്ടുള്ളത്. അതെ. ആ.